ഈവനിങ്ങിൽ ഇപ്പോൾ അടിമാലിയിൽ നിന്ന് വരുന്ന വാർത്ത കുരിശുപാറയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ്. കെട്ടിടത്തിന് മുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണു. 4 വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് നിസ്സാര പരുക്കേറ്റു എന്നുള്ളതാണ്. ഇനി വടക്കൻ ജില്ലകളിലേക്ക് പോയാൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മഴക്കെടുതിക്ക് കുറവില്ല എന്നതാണ്. വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം മഴക്കെടുതികളിൽ ഉണ്ടായിട്ടുണ്ട്. കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെറുപുഴ പ്രാപ്പോയിൽ രൈറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീടിന് മുകളിൽ പതിച്ചു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, കണ്ണൂരിലും വ്യാപക നാശനഷ്ടം, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പെയ്ത മഴ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു, അങ്ങനെ ആ തരത്തിലേക്ക്, കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് ജാഗ്രത? അനുജ, കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെയോടുകൂടി ഉച്ചവരെയും മഴ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിശക്തമായ മഴ കണ്ണൂരിലെ നഗരമേഖലകളിലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഒക്കെ, അതായത് മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇപ്പോൾ അതിശക്തമായ മഴ ലഭ്യമാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത്. നേരത്തെ മഴയുടെ ശക്തി ഒരല്പം പകൽ സമയത്ത്, രാവിലെയൊക്കെ കുറഞ്ഞു നിന്നത് ആശ്വാസമായിരുന്നു. പക്ഷെ ആ സാഹചര്യം ഇപ്പോൾ വീണ്ടും മാറിയിരിക്കുന്നു. ജില്ലയിൽ വ്യാപകമായ മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിരിക്കുന്നത് ഇരിട്ടിയുടെയും തളിപ്പറമ്പിന്റെയും മലയോര മേഖലകളാണ്. അതായത് ആലക്കോടും പേരാവൂരും ഒക്കെ ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടം, മരങ്ങൾ മറ്റും കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടൊപ്പം റോഡുകൾ, ഗതാഗത സംവിധാനങ്ങളൊക്കെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായി. കണ്ണൂർ വയനാട് പാൽച്ചുരം പാത, അതായത് കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത് ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പക്ഷെ അപ്പോഴും അവിടുത്തെ ആശങ്കയ്ക്ക് അറുതിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങൾ മിക്കവാറും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ അതോടൊപ്പം എളയാവൂർ ഉൾപ്പെടുന്ന മേഖലകൾ, അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കൃഷിയടക്കം നശിക്കുന്ന സാഹചര്യവുമുണ്ട്. മിക്കവാറും തോടുകളും പുഴകളും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന നിലയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, വനമേഖലകളിലൊക്കെ അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് നീരൊഴുക്ക് വളരെ ശക്തമായി ഉണ്ട്. ജലനിരപ്പ് മിക്കവാറും ഇടങ്ങളിൽ തോടുകളിലും പുഴകളിലുമൊക്കെ കരകവിഞ്ഞൊഴുകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ കാര്യമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വെള്ളക്കെട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല. തീരദേശ മേഖലകളിൽ കടലാക്രമണം, കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് വെള്ളക്കെട്ട് വലിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുമില്ല. ജില്ലയെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് കുറവില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും അതിശക്തമായ മഴ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ലഭ്യമാക്കുന്നുണ്ട്. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. അത്തരം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള സാഹചര്യങ്ങൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് സജോ, ഇതിൽ കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിലാണല്ലോ മണ്ണിടിഞ്ഞത്. അവിടുത്തെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗതാഗതം നേരത്തെ ഭാഗികമായി തടസ്സപ്പെട്ടു എന്നതായിരുന്നു വിവരം. അനുജ, കൊട്ടിയൂർ പാൽച്ചുരം പാത വഴി വയനാട്ടിലേക്കുള്ള യാത്ര ഭാഗികമായി മാത്രമാണ് പുനഃസ്ഥാപിക്കാനായത്. പകരം ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിലേക്ക്, പ്രത്യേകിച്ച് മാനന്തവാടി അടക്കമുള്ള മേഖലകളിലേക്ക് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ നെടുമ്പോയിൽ പേരിയ ചുരം വഴി യാത്ര ചെയ്യണം എന്നതാണ് ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഒപ്പം മറ്റ് അധികൃതർ എല്ലാവരും അറിയിക്കുന്ന ഒരു കാര്യം. പാൽച്ചുരം വഴിയുള്ള യാത്ര അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്, അല്പം അപകടകരമാണ്. അവിടെയുള്ള അത്യാവശ്യ യാത്രകൾക്ക് വേണ്ടി സാധ്യമായ ഒരു ഗതാഗതം അവിടെ ഉറപ്പാക്കാനായിട്ടുണ്ട് എന്നത് മാത്രമാണ്. പകരം അതുവഴി യാത്ര ചെയ്യാൻ വയനാട്ടിലേക്കോ മാനന്തവാടിയിലേക്കോ പോകേണ്ടവർ നെടുമ്പോയിൽ പേരിയ ചുരം ആശ്രയിക്കണം. എളുപ്പത്തിലുള്ള വഴിയായ പാൽച്ചുരം പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ്. കാരണം അവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ട്. കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൂരിൽ ഉച്ചവരെ മഴ തോർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിലിന്റെ വിവരം. ഭാഗികമായ ഗതാഗത തടസ്സം, അത് പുനഃസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് സജോ ദേവസ്യം നൽകിയത്. അങ്ങനെ വരും ദിവസങ്ങളിൽ, വരുന്ന 5 ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം.